തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് വേണ്ടി മാത്രം കെട്ടിയിറക്കിയ ആളല്ല താനെന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ബാബു. മറ്റു സ്ഥാനാർത്ഥികളെ പോലെ പണമിറക്കി വോട്ട് പിടിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. ബേപ്പൂരിലെ ജനങ്ങളുമായുള്ള ഹൃദയബന്ധവും കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളും വോട്ടായി മാറുമെന്ന് പ്രകാശ് ബാബു 24-നോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന കോഴിക്കോട്ടെ സ്റ്റാർ മണ്ഡലം കൂടിയായ ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഈ ഞായറാഴ്ചയാണ്, ആരാധനാലയങ്ങളിലൊക്കെ വലിയ തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ചെറുവണ്ണൂരിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ് പ്രകാശ് ബാബു ഉള്ളത്. പ്രകാശ് ഏട്ടാ, ഇനി അധികം ദിവസമില്ല, അപ്പോൾ പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നാളെ പത്രിക സമർപ്പണമാണ്. വലിയ ആവേശത്തിൽ ബേപ്പൂരിൽ ഞങ്ങളുടെ പ്രചരണങ്ങൾ നടക്കുന്നു. പതിവില്ലാത്ത ഒരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ പള്ളിയിലെത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇന്ന്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ദിവസം വിശ്വാസികൾ ഒത്തുകൂടുന്ന ദിവസമാണ്. രാവിലെ തന്നെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരെയും കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഒന്നാമത് കോഴിക്കോട്ടെ സ്റ്റാർ മണ്ഡലം കൂടിയാണ്. അല്ലേ, മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് BJPയുടെ വോട്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചൊരു മണ്ഡലമാണ്. വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വിശ്വാസികളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിയോ? ഞങ്ങൾ പറയുന്ന 3 കാര്യമാണ്. ഒന്ന്, വികസിത ബേപ്പൂർ, അതേപോലെ തന്നെ സുരക്ഷിത ബേപ്പൂർ, അതേപോലെ തന്നെ വിശ്വാസ സംരക്ഷണ ബേപ്പൂർ. ഇത് കേരളത്തിലും ബാധകമാണ്. വികസിത കേരളം, സുരക്ഷിത കേരളം, അതേപോലെ തന്നെ വിശ്വാസ കേരളം. ഇത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ആരെയും കരിവാരിത്തേക്കാനൊന്നുമല്ല. കേരളം വികസിക്കണം, കേരളം സുരക്ഷിതമാകണം, അതേപോലെ തന്നെ എല്ലാ വിശ്വാസങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇത് ജനങ്ങൾ കൺവിൻസ്ഡ് ആണ്. ജനങ്ങൾ പറയുന്ന ഒരു കാര്യം, മാറ്റം അനിവാര്യമാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബേപ്പൂരിലെ വോട്ടർമാരുമായിട്ട് ഹൃദയബന്ധമുണ്ട്. ആ ഹൃദയബന്ധം വോട്ടായി മാറും. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അടക്കം മുൻനിർത്തിയാണ് പ്രചരണം നടക്കുന്നത്. അനൂപിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.